പറയും. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്, നരകവാസികളുടെ ഒരു പല്ല്, അവരുടെ ഇപ്പോൾ ചിരിപ്പല്ല് അല്ലെങ്കിൽ അവരുടെ കോട്ടുപല്ല് ഉഹദ് പർവ്വതത്തിന് സമാനമായ വലിപ്പമുണ്ടാവും. അപ്പൊ ഏകദേശം ആ ഒരു മനുഷ്യന്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാം. അത് അന്ന് പറയുന്ന സമയത്ത് നമ്മളവർക്ക് കേട്ട് വല്ലാതെ പേടിച്ച് നമ്മൾ നന്നാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ചെറുപ്പക്കാരുകൾ അതൊക്കെ ഉണ്ടാവും. അതെങ്ങനെയുണ്ട്? അതൊന്നും ഉണ്ടാവില്ല. അതാണ് പച്ചക്ക് ഹദീസിനെ നിഷേധിക്കുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് തടയിടാനും അതുപോലെ ആത്മീയമായ ചില കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഉസ്താദിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകി ഒരുപാട് കാര്യങ്ങളുടെ കാര്യങ്ങൾ ദീനിന് വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫീഖും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ നിർത്തുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.